ട്രേഡിങ്ങിൽ കുറച്ച് പേര് വിജയിക്കാനും കുറേ പേര് പരാജയപ്പെടാനുള്ള ഒരു മെയിൻ കാരണം എന്താണ്? കാരണം വളരെ നിസ്സാരമാണ്, വളരെ സിമ്പിളാണ്. ഇമോഷൻസ് ആണ്. ട്രേഡിങ്ങിൽ ഏറ്റവും വില്ലനായി വരുന്ന ഒരാളുടെ ഏറ്റവും എനിമി എന്ന് പറയുന്നത് അവൻ്റെ ഇമോഷൻസും അവൻ്റെ ഒരു സൈക്കോളജിയുമാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു ഇമോഷൻസ് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ട്രേഡിങ്ങിൽ എന്നല്ല ഒരു ബിസിനസ്സിലും ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ജീവിതത്തിലും ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ട്രേഡിങ്ങിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പം ചില ആളുകളൊക്കെ അവരുടെ ഒരു പ്രൈമറി ഇൻകം ആയിട്ട് കണ്ടിട്ട് അവർ ട്രേഡിങ്ങിനെ ചൂസ് ചെയ്യും. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഈ പ്രൈമറി ഇൻകം ആയിട്ട് അവർ ഇതിനെ കാണുമ്പോൾ അവരുടെ ഇമോഷൻസ് അതിൽ വളരെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രൈമറി ഇൻകം എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ട്രേഡിങ്ങിനെ ഒരു പ്രൈമറി ഇൻകം ആയിട്ട് കണ്ടിട്ട് അതിലേക്ക് 100% സമർപ്പിക്കാതിരിക്കാം. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ പരാജയം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒരു കുറേ ടെക്നിക്കൽ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് പ്രൈസ് ആക്ഷൻ പഠിച്ചുകൊണ്ട് മാത്രം ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. കാരണം നമ്മുടെ കൺമുമ്പിലാണ് നമ്മുടെ ലോസും നമ്മുടെ വിജയമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ഇമോഷൻസ് സൈക്കോളജി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് അവർ ട്രേഡിംഗ് കരിയർ ആൻഡ് അവർ പേഴ്സണൽ ലൈഫ് ഓൾസോ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഹാർഡ് ആൻഡ് മണി ഇട്ടിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമോഷൻസ് ഡബിൾ ആയിരിക്കും ആ ഒരു സമയത്ത്. നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സ്ക്രീനിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ ഹാർഡ് ആൻഡ് മണിയുടെ ഫ്ലക്ച്വേഷനാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അപ്പം നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മുടെ സൈക്കോളജി നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പല ട്രേഡേഴ്സും പല ആളുകളും ട്രേഡിങ്ങിൽ പരാജയപ്പെടുന്നത്. ഇനി ഇതിനെങ്ങനെ മറികടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രേഡിങ്ങിൽ ഇമോഷൻസ് ആണ് മെയിൻ. ഇമോഷൻസ് വളരെ വില്ലനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഇതിന് ട്രേഡിങ്ങിനെ ഒരു നല്ലൊരു ബിസിനസ്സായി കണ്ടിട്ട് നിങ്ങളൊരു ക്ലാരിറ്റി പ്ലാനോട് കൂടിയിട്ട് മാത്രം ട്രേഡിങ്ങിനെ സമീപിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ രാവിലെ ട്രേഡിങ്ങിൽ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തൊരു ഒരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് വെക്കണം, അതേപോലെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് പ്ലാൻ. അതേപോലെ നിങ്ങളുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റോപ്പ് ദ ട്രേഡിങ് ആൻഡ് യു ഹാവ് ടു ഗോ ഔട്ട്. ഡോണ്ട് സിറ്റ് അഗൈൻ. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ വീണ്ടും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഈ സ്റ്റോക്ക് ഞാൻ വിചാരിച്ച പോലെ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് ട്രേഡിങ്ങിലേക്ക് വീണ്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങളൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കുക. എന്നിട്ട് ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അങ്ങനെയാണ് അത് നിങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തേർഡ് ടൈമും കൊണ്ട് മാത്രം ശരിയാവുന്ന ഒരു കാര്യമില്ല. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പല ഇമോഷൻസ് വരും. നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ടാർഗറ്റ് എത്തിയോ ക്ലോസ് ചെയ്യുക. അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുക, നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുക, മൂവ് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യുക. അതല്ലാതെ നമ്മൾ ട്രേഡിങ്ങിൽ വീണ്ടും അവിടെ ഇരുന്നിട്ട് വീണ്ടും ട്രേഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒരു ഈഗറൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റും പോകും, അതിനപ്പുറത്തേക്ക് ലോസിലേക്കും പോകും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുക, മാറിയിരിക്കുക. ഓക്കെ. അപ്പോൾ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ചെയ്യുന്നതിനിടയിൽ പിന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതിരിക്കുക. കാരണം നിങ്ങളടുത്തൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഈ പ്ലാൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? കാരണം നിങ്ങൾക്കറിയാം സ്റ്റോക്ക് എങ്ങനെ പോകുന്നു, ഇനിയും ഒരു കറക്റ്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളത് റൺ ചെയ്യുക. അതിനിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ, ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ് അടിക്കട്ടെ. നിങ്ങളുടെ പാർട്ട് കഴിഞ്ഞു. നിങ്ങൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഓൺലി ഒരു വ്യൂവറാണ്. നിങ്ങളവിടെ ഇരുന്നിട്ട് നിങ്ങൾ ആ സ്ക്രീൻ നോക്കി
ഇരിക്കുക, നിങ്ങൾ ട്രേഡിങ്ങിനെ ഒരു വ്യൂവറായിട്ട് പുറത്തിരുന്നിട്ട് കാണുക. ഓക്കെ, അതേപോലെ ട്രേഡിങ് ഒരു ദിവസം ഇത്ര ട്രേഡേ എടുക്കൂ എന്നുള്ളൊരു പ്ലാനും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും കയ്യിൽ വെക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 3 ട്രേഡ് ആണ് നിങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 പ്രോഫിറ്റ് അടിച്ചാൽ ഡൺ. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 ലോസ് വന്നു, ഡൺ. പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ ഒരു ട്രേഡിംഗ് ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ടാമത്തെ ട്രേഡിങ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവാം. അപ്പോൾ നിങ്ങളുടെ ലോസ് അവിടെ കവറായി. പിന്നെ മൂന്നാമത്തെ ട്രേഡിങ്, ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം മൂന്നാമത്തെ ട്രേഡ് എടുക്കുക. അതെല്ലാം നിങ്ങളുടെ 2 ട്രേഡ് ലോസാണ്, മൂന്നാമത്തെ ട്രേഡ് എടുക്കുകയേ ചെയ്യരുത്, മാറിയിരിക്കുക. അതെല്ലാം നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് എടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡോ ഇമോഷൻസോ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് പ്രൈസ് ആക്ഷനും ടെക്നിക്കൽ സൈഡും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇമോഷൻസും സൈക്കോളജിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമോഷൻസും സൈക്കോളജിയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ വിജയിക്കൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ഇത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.